ചെറിയ നിസ്സാരമായ കാര്യങ്ങൾക്ക് പോലും ദേഷ്യപ്പെടുകയോ അല്ലെങ്കിൽ നിരാശയടയോ ചെയ്യുന്ന ആളുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് ചില അധ്യാപകർ പങ്കുവച്ചത്, ചെറിയൊരു കാര്യം വരുമ്പോഴേക്ക് എനിക്ക് നിരാശ വരികയാണ്, പിന്നീട് ഒന്നും ചെയ്യാനുള്ളൊരു താല്പര്യം വരുന്നില്ല. അതുപോലെ മക്കളുടെ കാര്യത്തിൽ മക്കളോട് എന്തെങ്കിലും ഒരല്പം ദേഷ്യപ്പെടുകയോ അവർ അരുതാത്തൊരു കാര്യം ചെയ്യുകയോ ചെയ്യുമ്പോൾ അത് വേണ്ട എന്ന് പറയുന്ന സമയത്ത് പെട്ടെന്ന് ദേഷ്യപ്പെടുന്ന ഒരു അവസ്ഥ കാണുന്നു. അതിൻ്റെ ഒരു പരിഹാരം എങ്ങനെ നമുക്ക് നിർദ്ദേശിക്കാം എന്നുള്ളതാണ്. ഈ മാനസിക സമ്മർദ്ദങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും ഉള്ളതാണ്. അതേതോ കുറച്ച് ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളത് നമ്മുടെ ഒരു തെറ്റിദ്ധാരണയാണ്. അതായത് ജീവിതത്തിൽ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും ആ ചെയ്യുന്ന പ്രവൃത്തിക്ക് അനുസരിച്ചുള്ളൊരു മാനസിക പിരിമുറുക്കമുണ്ടാകും. ചിലപ്പോൾ ഒരു ഡോക്ടർക്കുള്ള പിരിമുറുക്കം ആയിക്കൊള്ളുന്നില്ല ഒരു അധ്യാപകനുണ്ടാവുക, അല്ലെങ്കിൽ ഒരു സാധാരണ ഒരു ജോലിക്കാരനുണ്ടാകുന്ന പിരിമുറുക്കാവില്ല ചിലപ്പോൾ ഒരു വീട്ടിൽ ഒരു ജോലി ചെയ്യുന്നൊരു സഹോദരിക്ക് ഉണ്ടാവുക. പ്രായമായവരെ പരിചരിക്കുകയും അതോടൊപ്പം വീട്ടുജോലികൾ ചെയ്യുകയും ചെയ്യേണ്ടി വരുന്നൊരു വീട്ടമ്മക്ക് ഉണ്ടാകുന്ന സ്ട്രെസ് ആവില്ല ഒരു സാധാരണ നോർമലായ ഒരു വീട്ടിലുള്ള ഒരു സ്ത്രീക്ക് ഉണ്ടാവുക. ഇപ്പം എല്ലാവരുടെയും ജോലിക്കനുസരിച്ചും ജീവിതാവസ്ഥകൾക്കനുസരിച്ചുമുള്ള മാനസിക സമ്മർദ്ദങ്ങൾ കൂടും. ഇപ്പം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് വല്ല തലവേദനയോ അല്ലെങ്കിൽ വിഷമങ്ങളോ രോഗങ്ങളോ ഒക്കെ ഉള്ള സമയത്ത് നിങ്ങളുടെ പെരുമാറ്റങ്ങളിൽ ഇതേപോലെ ഭയങ്കരമായ ദേഷ്യം അതേപോലെ തന്നെ ക്ഷോഭമൊക്കെ പ്രകടമാകുന്നുണ്ടോ? അങ്ങനെ നമുക്ക് അനുഭവത്തിൽ വരുന്നുണ്ടോ? സത്യത്തിൽ അതെന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ചോദിച്ചാൽ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, നമ്മുടെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളെയും ശാശ്വതമായി പരിഹരിക്കുക എന്നുള്ളത് ഈ ലോകത്തിന് സാധ്യമല്ലാത്ത ഒന്നാണ്. എല്ലാം പരിഹരിച്ച് പ്രശ്നങ്ങളില്ലാതെ ജീവിക്കുക എന്നുള്ളത് ഇവിടെ നമുക്ക് നടക്കാത്ത ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു സിമ്പിളായൊരു ഉദാഹരണം ഞാൻ പറയാം. ഇപ്പോൾ പ്രമേഹം ഒരു രോഗമാണ്, സ്ഥായിയായ രോഗമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു 30-ാമത്തെ വയസ്സിലോ 40-ാമത്തെ വയസ്സിലോ പ്രമേഹമുണ്ട് എന്ന് ഡയഗ്നോസ് ചെയ്യപ്പെട്ടാൽ നമ്മളാകെ തകർന്ന് ഇനിയിപ്പോൾ ഞാൻ എന്ത് മരുന്ന് കഴിക്കണം, ഞാൻ എന്ത് ചെയ്യും, എന്തൊക്കെ ടെൻഷൻ അടിക്കുകയാണ് നമ്മൾ പലപ്പോഴും ചെയ്യുക. അവിടെ നമ്മളെന്താ ചെയ്യേണ്ടത് വെച്ചാൽ പ്രമേഹം എന്ന ആ രോഗത്തെ നമ്മുടെ ജീവിതത്തിലേക്ക് ഇനി നമ്മൾ എന്ത് ചെയ്യണം, ചേർത്ത് വെക്കണം, നമ്മൾ ഉൾക്കൊള്ളണം. ജീവിതത്തിൽ ഇതൊന്നും ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ്, ഒരു തലവേദന വന്നപ്പോൾ ആ തലവേദന ഉൾക്കൊള്ളാത്തത് കൊണ്ടാണ് എല്ലാവരോടും ഇങ്ങനെ ദേഷ്യപ്പെടുന്നത്. ജോലി ഭാരങ്ങൾ കൂടുമ്പോൾ എല്ലാവരോടും നമ്മളിങ്ങനെ ചൂടാവണത് എന്തുകൊണ്ടാണ്? നമ്മൾ ആ ജോലി ഭാരത്തെ നമ്മൾ ഉൾക്കൊള്ളുന്നില്ല, അക്കോമഡേറ്റ് ചെയ്യുന്നില്ല. അതാണ് അടിസ്ഥാന പ്രശ്നം. അപ്പോൾ രോഗം, പ്രമേഹത്തിന് മരുന്നില്ലേ, എനിക്ക് കുറച്ച് വ്യായാമം ഒക്കെ ചെയ്താൽ അത് എൻ്റെ ശരീരത്തെ ബാധിക്കാതെ ഞാൻ കൊണ്ടടക്കുമെന്ന് വിചാരിച്ചാൽ നമുക്ക് എന്ത് ചെയ്യും, ആ സ്ട്രെസ്സ് കുറക്കാൻ നമുക്ക് പറ്റും. സത്യം പറഞ്ഞാൽ നമ്മൾ വിശ്വാസി ഒരു മുസ്ലിം നിലയ്ക്ക് നമുക്ക് ഭയങ്കര സമാധാനമുണ്ട്. എന്തുകൊണ്ടാണ് സമാധാനം? ആ സമാധാനം നമ്മുടെ ജീവിത ലക്ഷ്യമാണ്. കാരണം പരലോകത്തേക്ക് ഉപകാരപ്പെടാത്ത ഒന്നും നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ല, ഒന്നും നടക്കുന്നില്ല. നമ്മുടെ കൈ തട്ടി 1000 രൂപ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് നമ്മൾ അറിയാതെ എങ്ങോട്ടേക്കോ പോയാൽ ആ 1000ൻ്റെ നഷ്ടത്തിൽ നമ്മൾ ഉറങ്ങാതിരിക്കണില്ല. എന്തുകൊണ്ടാണ്? ആ 1000 നമുക്കൊരു നിക്ഷേപമാണ്. കാരണം ഒരു പക്ഷി കൊണ്ടുപോകുന്ന ഒരു പഴം പോലും നമുക്ക് പരലോകത്ത് പ്രതിഫലമായി വരുമെങ്കിൽ കിട്ടും. അപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ പരലോകത്തിൽ വിശ്വസിക്കാൻ ടെൻഷൻ ഇല്ലാത്തത് നമ്മുടെ ലക്ഷ്യം അത് നേടാൻ ഇതൊക്കെ എനിക്ക് ഉപകരിക്കും എന്നുള്ളതാണ് നമ്മുടെ ബോധം. ഇതുപോലെ നമ്മൾ എന്ത് ചെയ്യണം, ജീവിതത്തിലെ എല്ലാ കാര്യങ്ങളെയും നമ്മൾ ഉൾക്കൊള്ളണം. നമുക്കൊരു ഡിസബിലിറ്റിയിൽ ഒരു മോനോ മോളോ ഉണ്ടെങ്കിൽ നമ്മൾ ആ കുട്ടീനെ ഉൾക്കൊള്ളണം. ആ കുട്ടിക്ക് പിന്നെ 20 വയസ്സായിട്ടും എനിക്ക് എന്തേ പടച്ചോ അങ്ങനെ ഒരു കുട്ടീനെ തന്നു എന്ന് ചിന്തിച്ചാൽ നമ്മൾ അതിൻ്റെ ടെൻഷനിൽ നിന്ന് ഒരിക്കലും രക്ഷപ്പെടില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, എന്തെല്ലാം ജീവിതത്തിൽ എനിക്കും നിങ്ങൾക്കും ഉണ്ടോ അതിനെല്ലാം നമ്മൾ സ്വീകരിച്ച് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ അതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ച് നമുക്ക് ബോധമുണ്ടെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങൾ ആലോചിക്കും, നിങ്ങൾ ഒരു SLCക്ക് പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ പഠനത്തെക്കുറിച്ചുള്ള ടെൻഷൻ ഉണ്ടാവാം. എന്നാൽ ഒരു +2നും അതേപോലെ തന്നെ ഒരു എൻട്രൻസിൻ്റെ ഒരു നീറ്റിൻ്റെ കോച്ചിങ്ങിനും കൂടെ ഒന്നിച്ച് പഠിക്കുന്നൊരു കുട്ടി, അവനൊരു ടെൻഷനില്ലാതെ പഠിക്കുന്നത് എന്തുകൊണ്ടാണ്? ഡോക്ടർ ആവുക എന്നൊരു സ്വപ്നം മനസ്സിലുള്ളത് കൊണ്ട് അവൻ അതിൻ്റെ പരിമിതികളോ പ്രശ്നങ്ങളോ ഒന്നും അവന് പ്രശ്നമല്ല. കാരണം എനിക്ക് ഡോക്ടറാണ്, എന്ത് വന്നാലും വേണ്ടത്. ആ ലക്ഷ്യം ഇടയ്ക്കിടയ്ക്ക് ഓർമ്മപ്പെടുത്തപ്പെടുമ്പോൾ അവൻ്റെ ഭക്ഷണത്തിൽ പ്രശ്നമുണ്ട്, ഹോസ്റ്റലിൽ പ്രശ്നമുണ്ട്, കളിക്കാൻ പോകാൻ പറ്റുന്നില്ല, മൊബൈൽ കിട്ടണില്ല, എന്തൊക്കെ പ്രതിസന്ധി ഉണ്ട്, ഒരു കംപ്ലൈൻറ്റും ഇല്ല. കാരണം എന്താ? ഡോക്ടർ ആകണമെന്നൊരു ലക്ഷ്യം മനസ്സിലുണ്ട്. സത്യത്തിൽ സ്വർഗം നേടുക എന്നൊരു ലക്ഷ്യം നമ്മുടെ മനസ്സിലുണ്ടാകുമ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ പ്രതികൂലതകളെയും നമുക്ക് സഹിച്ച് മുന്നോട്ട് പോകാൻ പറ്റും. നിങ്ങൾ ചെയ്യുന്ന ഒരു ജോലിയിലൂടെ നേടുന്ന നേട്ടത്തെക്കുറിച്ച് പൂർണ്ണ ബോധമുണ്ടെങ്കിൽ നമുക്ക് എന്തു ചെയ്യും, അതിലൂടെ സമാധാനം ചെയ്യാൻ പറ്റും. അടുക്കളയിൽ നിന്നൊരു വിശ്രമമില്ലാതെ പണിയെടുക്കുന്ന ഒരു ഉമ്മക്ക് ഈ അധ്വാനം കൊണ്ട് എനിക്കെന്ത് പ്രതിഫലം, എനിക്കെന്തു ലാഭം എന്നതിനെക്കുറിച്ച് ഇടയ്ക്കിടയ്ക്ക് തൻ്റെ മനസ്സിനെങ്ങനെ ഓർമ്മപ്പെടുത്തപ്പെട്ടാൽ അതുകൊണ്ടൊരു സമ്മർദ്ദം ഉണ്ടാവില്ല.
പഠിക്കുന്ന ഒരു കുട്ടിക്ക് ആ പഠിക്കുന്നതിൻ്റെ ലക്ഷ്യത്തെക്കുറിച്ചും അതുകൊണ്ട് ആ നേട്ടങ്ങളെക്കുറിച്ചും ഇടയ്ക്കിടയ്ക്ക് അവനെ നിങ്ങൾ ക്ലാസ്സിൽ നിന്ന് റിമൈൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, അവനെ ബോധ്യപ്പെടുത്തുന്നുണ്ടെങ്കിൽ, വളരെ അനുസരണത്തോടെ അച്ചടക്കത്തോടെ തൻ്റെ പഠന പ്രക്രിയ എല്ലാ പ്രതിസന്ധികളെയും തരണം ചെയ്തുകൊണ്ട് അവൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് പോകും. ഈ ലക്ഷ്യബോധമില്ലാതിരിക്കുമ്പോൾ, നമ്മുടെ ജീവിതം സ്മൂത്തായി പോകാതിരിക്കുമ്പോൾ അത് മാനസിക സമ്മർദ്ദമായി, വിഷാദമായി, വിഷമമായി, മാനസിക പിരിമുറുക്കങ്ങളായി നമ്മൾ അനുഭവിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇതിൻ്റെ യാഥാർത്ഥ്യം.